നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനുമേലുള്ള സമ്മർദ്ദം ശക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനെ ലക്ഷ്യമാക്കി രണ്ടാമത്തെ പടക്കപ്പലും അയച്ചു കഴിഞ്ഞു. ഇറാനുമായി ആണവ വിഷയത്തിൽ ധാരണയിലെത്തിയില്ല എങ്കിൽ പടക്കപ്പൽ ആവശ്യം വരുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. ധാരണയിലെത്തിയാൽ പിൻവലിക്കാമല്ലോ എന്നും ട്രംപ് പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഓൾ ഫോർഡാണ് പുതുതായി അയക്കുന്നത്. നേരത്തെ എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിരുന്നു. വെനസ്വേലയുടെ പ്രസിഡന്റ് മഡുറോയെ പിടികൂടിയ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന അതേ കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങളെ വരെ വഹിക്കാൻ ഈ കപ്പലിന് കഴിയും. US പ്രത്യേക ദൂതനാണ് ഇറാൻ. വിദേശകാര്യമന്ത്രിയുമായി ഒമാനിൽ നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഒരു മാസത്തിനുള്ളിൽ കരാറിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രതികരണം ഉണ്ടാവുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സംശയം പ്രകടിപ്പിച്ച നെതന്യാഹു നിലവിൽ ചർച്ചകളുമായി മുന്നോട്ടു പോകാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. എന്നാൽ അടുത്ത ഘട്ട ചർച്ചയുടെ തീയതിയോ വേദിയോ ഇതുവരെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതിനിടെ ഇറാനെതിരെ കർശന കരാർ വേണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ എത്തിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചയിൽ ധാരണയിലെത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു. ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചെന്നും താൻ നിലപാട് അറിയിച്ചെന്നും നെതന്യാഹു വ്യക്തമാക്കി. ട്രംപും നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത്. ഇറാനുമായി നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചത്. ഇറാൻ അമേരിക്ക ചർച്ചയിൽ ധാരണയിലെത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു. ഇറാനുമേൽ നയതന്ത്ര സൈനിക സമ്മർദ്ദം പാരമ്യത്തിലെത്തിച്ച US പ്രസിഡന്റ് ട്രംപ് ആണവ കരാറിൽ അന്തിമ തീരുമാനമെടുക്കാൻ 1 മാസത്തെ സമയം നൽകിയതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിനെ പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ ട്രംപ് ഉത്തരവിടുകയായിരുന്നു. നിലവിൽ മേഖലയിലുള്ള USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിനൊപ്പം ജെറാൾഡ് ആർ ഫോർഡ് കൂടി ചേർന്നതോടുകൂടി ഇറാൻ തീരം പൂർണ്ണമായും അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ നിരീക്ഷണ വലയത്തിലായിരിക്കുകയാണ്. അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിൽ പണപ്പെരുപ്പം കുറയ്ക്കുകയും തൊഴിൽ വിപണി ഉണരുകയും ചെയ്തതോടുകൂടി ആഭ്യന്തരമായി കൈവന്ന കരുത്താണ് വിദേശ നയങ്ങളിൽ കടുത്ത തീരുമാനങ്ങളൊക്കെ എന്ന് ട്രംപിനെ പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും പിടികൂടിയ സാഹസിക ദൗത്യത്തിൽ നിർണായക പങ്കുവഹിച്ച അതേ യുദ്ധക്കപ്പൽ തന്നെയാണ് ജെറാൾഡ് ആർ ഫോർഡ്. 60 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 75 വിമാനങ്ങളെ വരെ വഹിക്കാൻ ശേഷിയുള്ള ഈ കൂറ്റൻ കപ്പൽ കരീബിയൻ കടലിൽ നിന്നാണ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തിയ ട്രംപുമായി നടത്തിയ 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത്. US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജറാദ് കുഷ്നറും ഒമാനിൽ വെച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയുമായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. 1 മാസത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ല എങ്കിൽ ഇറാൻ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ആവർത്തിച്ചു. നയതന്ത്ര കരാറിലാണ് എനിക്ക് താല്പര്യം, പക്ഷേ ധാരണയിലെത്തിയില്ല എങ്കിൽ പടക്കപ്പലുകൾ ആവശ്യമായി വരും. കരാറായാൽ അവയെ തിരിച്ചു വിളിക്കാമല്ലോ എന്നാണ് ട്രംപിന്റെ നിലപാട്. അതേസമയം ചർച്ചകൾ പാടെ ഉപേക്ഷിക്കാതെ ജനീവയിൽ വെച്ച് അടുത്ത ചൊവ്വാഴ്ച ഇരുവിഭാഗവും വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിൽ പണപ്പെരുപ്പം 2.4% കുറഞ്ഞതും മുട്ട ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇടിഞ്ഞതും ട്രംപിന്റെ രാഷ്ട്രീയ പദവി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമ്പാദ്യ വ്യവസ്ഥ ഭദ്രമായതോടുകൂടി ആത്മവിശ്വാസത്തോടെ ഇറാനെ നേരിടാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. എന്നാൽ പശ്ചിമേഷ്യയിലെ പുതിയ സൈനിക വിന്യാസം ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതത്തെ ബാധിക്കുമെന്ന ഭീതിയിൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ കടുത്ത നിലപാട് വേണമെന്ന നെതന്യാഹുവിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാകാനാണെന്ന് സാധ്യത. US പ്രത്യേക ദൂതൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഒമാനിൽ നടത്തിയ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടേയില്ല. 1 മാസത്തിനുള്ളിൽ കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതികരണം ഉണ്ടാവുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. 1 മാസത്തിനുള്ളിൽ ഇറാനുമായി കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കരാറിലെത്തിയില്ലെങ്കിൽ ഇറാൻ വളരെ വേദനാജനകമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നും ട്രംപ് വ്യാഴാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടിക്കാഴ്ച US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനും കൂടിയാണ് നടത്തിയത്.